ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളെല്ലാം ചത്ത് കിടക്കുന്നതാണ് കേട്ടോ. മറ്റൊന്നുമല്ല, അതിൻ്റെ മുകളിലൊരു DDTയുടെ ലിക്വിഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കമന്ന് വീണ് ആ ഗപ്പിക്കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോയി. അപ്പോൾ ഞങ്ങളതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് റെഡിയാക്കുകയാണ്. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്തുള്ള വെള്ളമെല്ലാം നമ്മൾ ചെടിക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ അഗ്ലോണിമയുടെ സെക്ഷനിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അഗ്ലോണിമയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് 2 ദിവസം ആയതുകൊണ്ട്, കാരണം ഇതിൻ്റെ വേസ്റ്റ് വെള്ളം നല്ലതാണല്ലോ ചെടികൾക്കൊക്കെ, വളം ചേരുന്ന വെള്ളമായതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായതുകൊണ്ട് ഞങ്ങൾ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം കളഞ്ഞ് എല്ലാം സെറ്റാക്കി എടുക്കാൻ ക്ലീൻ ചെയ്യാൻ എടുക്കുകയാണ്. ലാസ്റ്റ് വന്ന വെള്ളം ഞങ്ങൾ പച്ചമുളക് തൈക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം പെറുക്കി മാറ്റി. ഇത് പണ്ടത്തെ ഒരു ഫ്രിഡ്ജാണ് കേട്ടോ, പോയ ഒരു ഫ്രിഡ്ജാണ്. അതിലാണ് ഞങ്ങൾ ഈ മീനിനെ ഇപ്പം വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി, പിന്നെ മെറ്റലും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മെറ്റലെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്യാണ്. മെറ്റലെല്ലാം ഓസിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കി ഇട്ടു. എന്നിട്ട് വെള്ളം നിറച്ചിടാനായിട്ട് പോവാണ്. ഈ മെറ്റലിടുമ്പം നമ്മുടെ വെള്ളം കുറേ കഴിയുമ്പോൾ ഈ വെള്ളം പെട്ടെന്ന് അഴുക്കായി പോവും. അപ്പോൾ ഈ മെറ്റലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ വെള്ളം തെളിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റലൊക്കെ ഇടുന്നത്. മെറ്റലോ മണ്ണോ എന്ത് വേണമെങ്കിലും നമുക്കിടാം. അങ്ങനെ വെള്ളമെല്ലാം പിടിച്ച് സെറ്റാക്കാൻ അടുത്തായിട്ട് നമുക്ക് ഗപ്പിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഗപ്പിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ മിക്കവാറും ഗപ്പിയുടെ തീറ്റയും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഫിഷ് ആക്സസറീസ് ഒക്കെ വാങ്ങുന്നത് അവിടെ നിന്നാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഈ പ്രാവശ്യം ഗപ്പിക്കുഞ്ഞുങ്ങളൊന്നുമില്ല. കുറേ അല്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആവശ്യം ഗപ്പിക്കുഞ്ഞുങ്ങളാണല്ലോ. പിന്നെ ഈ മീനുകളെയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്ക് ഈ ഒരു മീനുകളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ഷോപ്പിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പം അവിടെയും ഗപ്പിക്കുഞ്ഞുങ്ങൾ, പെറ്റ് കെയർ എന്ന് പറയുന്നൊരു ഷോപ്പായിരുന്നു. അവിടെയും ഗപ്പിക്കുഞ്ഞുങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ അടുത്തൊരു ഷോപ്പിലേക്ക് പോയി. ആൻഡ് ഫൈനലി ആ ഷോപ്പിൽ ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഗപ്പിക്കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പോൾ ദാ ഈ ഒരു ഫിഷിനെ കണ്ട്, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, നല്ല ഭംഗിയായിരുന്നു. പിന്നെ അക്വേറിയത്തിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെ എന്ത് ഭംഗിയല്ലേ. ഈ പല വർണ്ണങ്ങളിലുള്ള മീനൊക്കെ കാണാൻ എന്ത് രസമാണ്, നമ്മൾ നോക്കിയിരുന്നു പോവും. ഈ കളറിലൊക്കെ കണ്ടോ, കുട്ടി മീനുകൾ ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മൾ ഗപ്പിക്കുഞ്ഞുങ്ങളെ എടുത്തു. നമ്മുടെ നോർമൽ വെറൈറ്റി ഗപ്പിക്കുഞ്ഞുങ്ങളല്ല കേട്ടോ. ഇതാണ് എടുത്ത ഗപ്പിക്കുഞ്ഞുങ്ങൾ. ഈ ഒരു സെക്ഷനാണ് ഞങ്ങൾ എടുത്തത്. ഇത്രയും ഒരു 10 മീനെയാണ്, 10 ഗപ്പിക്കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ എടുത്തത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഞങ്ങൾ ഗപ്പിക്കുഞ്ഞുങ്ങളെയുമായിട്ട് വീട്ടിലൊക്കെ വന്നു. ഇതാണ് ഞങ്ങളെടുത്ത അത്രയും ഗപ്പിക്കുഞ്ഞുങ്ങൾ. ആ ബ്ലാക്ക് ടെയിൽ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം ഞങ്ങൾ ഗപ്പിക്കുഞ്ഞുങ്ങളെ തുറന്ന് വിടുകയാണ്. തുറന്ന് വിടുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമ്മൾ ആ കവർ അങ്ങനെ തന്നെ വെച്ചു, കാരണം നമ്മുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് അത് സ്യൂട്ട് ആവണം. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ അതിനെ തുറന്ന് വിട്ടു. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഇരുണ്ട് മൂടിയായിരുന്നു കേട്ടോ, മഴ വന്നിട്ട്. അതാണ് ഇത്ര ഡാർക്ക്നെസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.